ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയറ്റിൻ്റെ 7ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് വലിയ ഇടിവ് തന്നെയാണ്. ഏകദേശം 36,000-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിനിമയുടെ ഒക്യുപ്പൻസിയും വലിയ രീതിയിൽ ഇടിഞ്ഞിരിക്കുന്നു. 10% തിയേറ്റർ ഒക്യുപ്പൻസിയിലേക്ക് വീണിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരുപക്ഷെ 1-2 ആഴ്ച കൂടെ സിനിമ നല്ല ലെവലിൽ പിക്ക് ചെയ്ത് 100-120 കോടി എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ്. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്നത്, അതായത് വൈകുന്നേരം 8:30 വരെ വന്നിരിക്കുന്ന കണക്കുകൾ 62 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് സിനിമയുടെ ഫൈനലായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ 85 കോടി രൂപ ആ റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 6 ദിനങ്ങളിലും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ദിനം സിനിമയ്ക്ക് ഏകദേശം 60,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വരികയും ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് വലിയ ഇടിവാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചതുമല്ല. വേൾഡ് വൈഡായിട്ട് സിനിമയുടെ അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സിനിമ 75 കോടി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തോടെ ഒരുപക്ഷെ സിനിമ 76-78 കോടി ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 100 കോടി അടിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും ഇത്ര വലിയ താരനിര വരുമ്പോൾ, മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ അവരെ കാണാനായി തന്നെ ആളുകൾ കയറുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇവിടെ കടുത്ത നിരാശയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇവർ രണ്ടുപേരും ഉണ്ടായിട്ടും ജനങ്ങൾ അങ്ങനെ തള്ളിക്കയറുന്നില്ല. കാരണം സിനിമയ്ക്ക് വന്ന നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ്. അത് ഏറെക്കുറയും ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലെവലിൽ തന്നെയാണ്. പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചു അത് ലഭിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമ നല്ലതോ മോശമോ എന്നുള്ളതല്ല, പ്രേക്ഷകൻ്റെ പൾസ് അറിഞ്ഞുള്ള സിനിമയായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിലും മോശമായ വളരെ കൊള്ളില്ലാത്ത സിനിമകൾ പോലും 200 കോടിയും അല്ലെങ്കിൽ 100 കോടിയും കടന്ന നാടാണ് കേരളമെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അവിടെയൊക്കെ ഏതൊക്കെയോ പ്രേക്ഷകൻ്റെ പൾസിനെ അത് മീറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇതൊരു ഫ്ലാറ്റ് സിനിമ എന്നുള്ള ലെവലിൽ പോകുമ്പോൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രതിഷ്ഠിച്ചിട്ടും ഉണ്ടാകുന്ന ഒരു നമുക്ക് കയറ്റമുണ്ടായില്ല. അതുതന്നെയാണ് പറയുന്നത്, ഇവിടെ നായകൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല, അവരെ കൊണ്ട് നിർത്തിയാലൊന്നും നടക്കില്ല. പക്ഷേ ഒരു കാര്യം, നല്ല കഥയാണെങ്കിൽ അതിന് മുകളിലേക്ക് പോകും. അത് മമ്മൂട്ടിയും മോഹൻലാലും ആണെങ്കിൽ അതിൻ്റെ കയറ്റം വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ 21 കോടി കടന്നിരിക്കുകയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിയും കടന്ന് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 30 കോടിയും കടന്നു പോകുന്നു. GCCയും വിദേശ രാജ്യങ്ങളിലെയും കളക്ഷനുമാണ് സിനിമയെ ഏറെയും പ്രതീക്ഷയോടെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങളോടൊരു ചോദ്യം, സിനിമ 100 കോടി കടക്കുമോ എന്നുള്ളതാണ്. ഈ ഒരു പോക്കാണെങ്കിൽ സിനിമ ഒരുപക്ഷെ ആ റേഞ്ചിലേക്ക് എത്താനുള്ള ചാൻസുകൾ വളരെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻസിലൂടെ വരാം. ഒരു ലോങ് റൺ ഏകദേശം ഒരു 2 ആഴ്ച കൂടെ സിനിമ ഓടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 100 കോടിയിലേക്ക് എത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് ഈ ഒരു സിനിമയെങ്കിൽ തീർച്ചയായും ഒന്ന് നോക്കാം. ഒരു ആവറേജ് സിനിമ നമുക്ക് കാണാം. ഏകദേശം 11,000-ന് മുകളിലുള്ള ഷോ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട.